ചെയ്യാൻ പോകുന്നത് ചിക്കൻ്റെ വേറൊരു വിഭവമാണ്. അത് ചിക്കൻ കാന്താരി മുളക് അരച്ചിട്ടുള്ളൊരു ചിക്കനാണ്. അതിന് 250 ഗ്രാം ബോൺലെസ് ചിക്കൻ, ബോണുള്ളതായാലും കുഴപ്പമില്ല, ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കാന്താരി മുളകാണ്. അതൊരു 10-15 എണ്ണം മതിയിട്ട്, അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാനിപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി കുറച്ചധികം വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് 10-15 എടുത്താൽ മതി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച്. പിന്നെ ചെറിയൊരു സവാള ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, അതൊരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ നമുക്ക് ലെമൺ ജ്യൂസാണ് വേണ്ടത്. ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്, ചെറിയ ലെമണാണ്, ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ആദ്യം തന്നെ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് പൊടികളൊക്കെ കൂടി ഇട്ടിട്ട് നമുക്ക് ഈ ചിക്കനിലൊന്ന് പുരട്ടി വെക്കാം. അതല്ല നിങ്ങൾക്ക് എല്ലാം കൂടി ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ അതുപോലെ തന്നെ സവാളയും പച്ചമുളക് കൂടി അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഈ പൊടികളൊക്കെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ കൂടി അരച്ച് എല്ലാം കൂടി അരച്ച് ഒരുമിച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്താൽ മതി. ഇപ്പം ഞാൻ പൊടികളും ലെമൺ ജ്യൂസും പൊടികളും പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഓൾറെഡി എൻ്റെ അടുത്തുള്ളത് കൊണ്ട് അതും കൂടി ഞാൻ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ കാന്താരി മുളകും സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചേർക്കണമെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കട്ടെ, ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് നന്നായി ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് അരച്ചിട്ട് നമുക്ക് പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ചേർക്കാം. അതെല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് ഒന്നിച്ച് ചേർക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അതൊറ്റ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഇത് മാത്രം ഞാൻ അരച്ച് വേറെ ചേർത്തത്. അപ്പോൾ നമുക്കിത് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കാന്താരി മുളകിൻ്റെ എരിവ് നല്ല എരിവുള്ള മുളകാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 15 എണ്ണം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് എരിവ് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മുളക് ചേർത്താൽ മതി. നന്നായി ഇത് എല്ലുള്ള ചിക്കനാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ബോൺലെസ് ഉള്ളതുകൊണ്ട് അതിന് തേച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം ഞാൻ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 1/4 കപ്പ് തേങ്ങ, ഒരു 8 കാഷ്യൂനട്ടൊക്കെ ഉണ്ട്, കുറച്ച് മല്ലിയില, ഇത് മൂന്നും കൂടി നല്ല പേസ്റ്റായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. കാഷ്യൂനട്ട് ചേർക്കണമെന്ന് വെച്ചാൽ നല്ലൊരു തിക്ക് കിട്ടും, ഗ്രേവിക്ക് നല്ല തിക്കും ഉണ്ടാവും, പിന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. അത് നമുക്കിപ്പോൾ ഞാൻ ഇത് മുളകും സവാളയും കൂടി അരച്ച മിക്സിയുടെ ജാറിലേക്ക് തന്നെ കാഷ്യൂനട്ടും തേങ്ങയും മല്ലിയിലയും കൂടി ഇട്ട് നന്നായി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ആദ്യം വെള്ളം ഒഴിക്കാണ്ടൊന്ന് ചതച്ചിട്ട് പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം ചതച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം പേസ്റ്റാക്കിയിട്ട്. അതെല്ലാം നിങ്ങളുടെ മിക്സിയിൽ നന്നായിട്ട് അരയുന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ച് തന്നെ നന്നായിട്ട് അരച്ചെടുക്കാം. ഞാൻ നല്ല പേസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒന്ന് ചതച്ചിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് അരച്ചെടുത്തത്. അത് പാനിൽ വെളിച്ചെണ്ണ വയ്ക്കാം. അപ്പോൾ നമ്മുടെ നാടൻ വിഭവം ആയതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്തത്. വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. നമുക്കതൊന്ന് ചിക്കൻ ഇങ്ങനെ വെള്ളം വരുമ്പോൾ തന്നെ ഇതിന്ന് ചിക്കനിന് വെള്ളം വരും. അപ്പോൾ അതുകൊണ്ട് വേറെ വെള്ളമൊന്നും ഞാൻ ഒഴിക്കുന്നില്ല, ആ വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കാം. ചെറിയ ചെറിയ പീസായിട്ട് ചിക്കൻ കട്ട് ചെയ്തെടുക്കണം, അപ്പോഴേ അതിൻ്റെ അകത്ത് മസാലയൊക്കെ ശരിക്കും പിടിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുള്ളൂ. നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ചെറിയ തീയിൽ. ഇപ്പോൾ ഒന്ന് നന്നായി തിളച്ചതിന് ശേഷം സിമ്മിലാക്കിയിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നന്നായി ഒന്ന് തിളക്കട്ടെ, അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. നന്നായി തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചാൽ മതി. തീ കുറച്ചിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാം. അപ്പം മൂടി വയ്ക്കുമ്പോൾ അതിന്ന് ആവിയിൽ നല്ലോണം വെള്ളം വരും, ചിക്കനിൽ നിന്ന് നല്ലോണം വെള്ളം ഇറങ്ങും. അപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന് ചിക്കനൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ ചിക്കനിന് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന് നമുക്കിത് വെന്ത് കിട്ടും, വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് മൂടി വയ്ക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, സിമ്മിലാക്കിയിട്ട് വയ്ക്കുക. ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും മൂടി വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം.
ചെറിയ പീസാക്കിയതുകൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ വേഗം വെന്ത് കിട്ടും. ഒന്നുകൂടി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ചെറുതായിട്ടുകൂടി വേവാനുണ്ട്. നമുക്കത് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയും. അപ്പോൾ ചിക്കൻ വെന്ത് ചിക്കനിലുള്ള വെള്ളമൊക്കെ വറ്റി. അപ്പോൾ ചിക്കനിലെ മസാലയൊക്കെ ഒന്ന് മൊരിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ചിക്കനും ചെറിയതായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ ചിക്കനിൽ പിടിച്ച് മസാലയൊന്നും മൊരിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമാണ് നമുക്ക് ഇതിലേക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് അരച്ചത് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒഴിച്ചിട്ട് കുറച്ചൊന്ന് ലൂസാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്ന് തിളച്ച് ഒരു 10 മിനിറ്റൊക്കെ ഇത് ഇതിലിട്ടൊന്ന് തിളപ്പിക്കണം. ആ തിളച്ച് വരുമ്പോൾ തന്നെ ഗ്രേവി ഇപ്പോൾ ഇത്തിരി ലൂസായിട്ടിരിക്കുകയാണ്. ഗ്രേവി പക്ഷേ നല്ല തിക്കായിട്ട് വരും. ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ തന്നെ ഗ്രേവി നല്ല തിക്കായിട്ട് വരും. നന്നായി ഒന്ന് തിളക്കട്ടെ. അതിന് ശേഷം നമുക്കൊന്ന് തീ കുറച്ച് വയ്ക്കാം. കുറച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ ഇങ്ങനെ ഇട്ടൊന്ന് തിളപ്പിച്ച് ഇളക്കി ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുത്താൽ മതിയാവും. വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അരച്ചതൊക്കെ പെട്ടെന്ന് തന്നെ അരച്ച് ഒക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ചിക്കനൊന്നും പെട്ടെന്ന് തന്നെ, ചിക്കൻ ആയതുകൊണ്ട് വേഗം വെന്ത് കിട്ടും. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനിൽ ഓൾറെഡി ഉപ്പിട്ടതാണ്. പിന്നെ നമ്മൾ ഈ ഗ്രേവിക്ക് വേണ്ടി ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. ചിക്കനൊന്ന് കുറുകി വരുന്നുണ്ട്. തിളയ്ക്കുന്നതനുസരിച്ച് ഈ കാഷ്യൂനട്ട് അരച്ച് ചേർത്തുകൊണ്ട് തന്നെ ഗ്രേവി നല്ല തിക്കായിട്ട് വരും. മല്ലിയിലൊക്കെ ഇട്ട് അരച്ചതുകൊണ്ട് തന്നെ നല്ല ഗ്രേവി നല്ല പച്ച കളറിലാണ് ഇരിക്കുന്നത്. പിന്നെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ലല്ലോ, കാന്താരി മുളകല്ല ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രേവി നല്ല പച്ച കളറിലാണ് ഇരിക്കുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഗ്രേവി. പിന്നെ മുളകിൻ്റെ അളവ്, കാന്താരി മുളക് ഇടുന്നതിൻ്റെ അളവ് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അത് ഞാനൊരു 15 എണ്ണം ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചപ്പാത്തിക്കും പൊറോട്ടക്കും അപ്പത്തിനും വെള്ളപ്പത്തിനും നൂൽപുട്ടിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഗ്രേവിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മിക്ക വീടുകളിലുള്ളതാണ് കാന്താരി മുളക്